Good morning, students. Welcome to today's class. Today we are discussing about zero input limit cycle oscillations. Okay. Okay. Uh, for a stable IR filter with an input which is given by an infinite impulse response input. Okay, an infinite input sequence that is constant. A constant ആയിട്ടുള്ള നോട്ട് ഇൻഫിനിറ്റ് ഫൈനൈറ്റ് ഒരു IR ഡിജിറ്റൽ ഫിൽറ്ററിലോട്ട് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് സീക്വൻസ് വിത്ത് എ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് സീക്വൻസ് നമ്മൾ ഒരു IR ഡിജിറ്റൽ ഫിൽറ്ററിന് ഇൻപുട്ട് ആയി കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇറ്റ് ഈസ് സീറോ. അതായത് ഫൈനലി ഇത് ഐഡിയൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ഡീകേ ടു സീറോ ആയിട്ട് ഡീകേ ചെയ്യും. ഓക്കെ, അതായത് ഒരു IR ഡിജിറ്റൽ ഫിൽറ്ററിലോട്ട് നമ്മളൊരു ഈ ഫൈനൈറ്റ് ഇൻപുട്ട് സീക്വൻസ് ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് സീക്വൻസ് അപ്ലൈ ചെയ്താൽ അത് ഫൈനലി അതിന്റെ ഐഡിയൽ ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താവും? ഡീകേ ടു സീറോ, നോർമലി ഡീകേ ടു സീറോ. However, the nonlinearities due to finite precision arithmetic operation often cause periodic oscillation to occur in the output. എന്നാലും ഈ കുറച്ച് ലീനിയാരിറ്റീസ് ഉണ്ട്. അത് എങ്ങനെ നോൺ ലീനിയാരിറ്റീസ് വരുന്നത് പറഞ്ഞാൽ ഈ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും എന്ത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഫൈനൈറ്റ് പ്രിസിഷൻ അരിത്തമാറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, അതിന്റെ പ്രിസിഷൻ ആയിട്ട് അത് ക്വാണ്ടൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഫൈനൈറ്റ് വാല്യൂ ആക്കുമ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ സം നോൺ ലീനിയാരിറ്റി വിൽ ഫോം. ദിസ് നോൺ ലീനിയാരിറ്റി വിൽ കോസ് സം ഓസിലേഷൻസ് ഇൻ ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നോർമലി നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള IR ഫിൽറ്ററിലോട്ട് ഒരു ഒരു ഫൈനൈറ്റ് ഇൻപുട്ട് സീക്വൻസ് നമ്മൾ അപ്ലൈ ചെയ്താൽ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താവും? ഡീകേ ടു സീറോ, ഡീകേ ചെയ്തിട്ട് അവസാനം സീറോ ആയിട്ട് പോകും. ഓക്കെ, പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ നോൺ ലീനിയാരിറ്റീസ് ഫോം ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അവിടെ ഫൈനൈറ്റ് പ്രിസിഷൻ എടുത്തിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പ്രിസൈസ്ഡ് വാല്യൂ ആണ് എടുക്കുന്നത്, ഫൈനൈറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ഡീകേ ടു സീറോ ആവില്ല. അതിന് പകരം അതെന്ത് ചെയ്യും? പീരിയോഡിക് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഔട്ട്പുട്ടിൽ. സച്ച് ഓസിലേഷൻസ് ഇൻ റിക്കേഴ്സീവ് സിസ്റ്റം ആർ കാൾഡ് സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. ഇങ്ങനെ വരുന്ന ഓസിലേഷൻസ്, അതായത് നമ്മുടെ ഫൈനൈറ്റ് പ്രിസിഷൻ അരിത്തമാറ്റിക് ഓപ്പറേഷൻ കൊണ്ട് ഉണ്ടാവുന്ന നോൺ ലീനിയാരിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന ഈ നോൺ ലീനിയാരിറ്റീസ് ഫോം ചെയ്യുന്നത് ഈ പ്രിസിഷൻ അരിത്തമാറ്റിക് ഓരോ ഓപ്പറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവും. ഈ നോൺ ലീനിയാരിറ്റീസിൽ ഔട്ട്പുട്ടിൽ കുറച്ച് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് being decay to zero ചെയ്യുന്നതിന് പകരം അത് ഓസിലേഷൻസ് ഫോം ചെയ്യും. This oscillations is called zero input limit cycle oscillations. Okay, now consider a first order IR filter with the difference equation y of n is equal to x of n plus alpha into y of n minus 1. Right, let us assume alpha equal to 1/2 and the data register length is 3 bits plus a sign bit. Okay, then the input x of n ഇങ്ങനെ നമുക്ക് assume ചെയ്യാം. Okay, the x of n input value will be 0.875 for n equal to 0. n ന്റെ വാല്യൂ 0 ആവുമ്പോൾ ഇൻപുട്ട് 0.875 ആണ് ആൻഡ് 0 അതർവൈസ്. അല്ലെങ്കിൽ n ന്റെ വാല്യൂ അതോ വാല്യൂസ് എടുക്കുമ്പോൾ the x of n will be 0. Okay, rounding is applied after the arithmetic operations. Arithmetic operation കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൗണ്ടിങ് ചെയ്യുന്നത്. Okay, then table 7.3 illustrates the limit cycle behavior. Here Q represents the rounded operation. Okay, rounding നമ്മൾ arithmetic operations കഴിഞ്ഞിട്ടാണ് റൗണ്ടിങ് ചെയ്യുന്നത്. So y of n ആണ് നമ്മുടെ ഡിഫറൻസ് ഇക്വേഷൻ. അതിൽ x of n ന്റെ വാല്യൂ 0.875 ആണ് for n equal to 0, otherwise it will be 0, and plus alpha of yn minus 1. അതിന്റെ പ്രീവിയസ് ഔട്ട്പുട്ട് ആണ് yn minus 1. Okay, so ആൽഫന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, that is 1/2. ഇത് നമുക്ക് ഈ ഒരു ടേബിളിലോട്ട് നോക്കാം. സോ n takes value 0, 1, 2, 3 etc. 5. സോ x of n നമ്മൾ പറഞ്ഞിരുന്നു n equal to 0 ആകുമ്പോൾ അതിന്റെ വാല്യൂ 0.875. other values of n, the x of n will be 0. So corresponding y of n minus 1 ആണ്. Okay, സോ y of n minus 1 എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതിന്റെ പ്രീവിയസ് വാല്യൂ ആണ്. സോ പ്രീവിയസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഇതിന്റെ പ്രീവിയസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേമിൽ പ്രീവിയസ് ഏത് വാല്യൂ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 0 വരും. പിന്നെ നെക്സ്റ്റ് വാല്യൂ പറയുമ്പോൾ 8 ബിറ്റ് വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. സോ 8 ബിറ്റ് വാല്യൂവിന്റെ അതിന്റെ പ്രീവിയസ് വാല്യൂ വരുമ്പോൾ 7 ആണ് വരുന്നത്. ഇവിടെ അതുപോലെ തന്നെ 1/2, 1/4, 1/8, 1/2 ഇങ്ങനെ y of n minus 1 പ്രീവിയസ് വാല്യൂസ് വരുന്നത്. ഇനി ആൽഫ ഇൻറ്റു y of n minus 1 വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽഫ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 0 will become 0. 7 into 1/2 will become 7/1/16. Then 1/4. 1/4 into 2 will come 1/8. 1/8 into 2 will come 1/16. And here also 1/16. Okay, so നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്തു. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി
ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് ഇതിനെ നമുക്ക് ക്വാണ്ടൈസ് ചെയ്യണം. ഈ ക്വാണ്ടൈസ് ചെയ്യാന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ക്യൂ ഓഫ് ദിസ് വാല്യൂ. ഇതിനെ ക്വാണ്ടൈസ് ചെയ്തു. സോ ഈ ഒരു വാല്യൂ നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത് 3 ബിറ്റ് ആയിട്ട് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യണം. സോ വി ഗെറ്റ് 0.000. ദെൻ 7/16 അതിന്റെ വാല്യൂ നമുക്ക് എടുക്കുമ്പോൾ ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും. ഫ്രാക്ഷണൽ വാല്യൂ എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ്, അപ്പോൾ കറസ്പോണ്ടിങ് നമ്മുടെ ബൈനറി നമുക്ക് കിട്ടും. ഓക്കെ, ഇത് 7/16 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4375 അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെസിമൽ വെച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എടുക്കുമ്പോൾ എന്നിട്ട് 3 ടേംസ് ആയിട്ട് 3 ബിറ്റ് ആണ് അതിന്റെ ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ് പ്ലസ് സൈൻ ബിറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് 3 ബിറ്റ് ആണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ക്വാണ്ടൈസ്ഡ് വാല്യൂ. ഓക്കെ, റൗണ്ട് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് ഓപ്പറേഷൻ ആണ്, നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, n greater the output remains constant gives 1/s as steady state output causing limit cycle behavior. Right, ഇനി ഇത്രയാണ് കിട്ടിയത്, ക്വാണ്ടൈസ്ഡ് വാല്യൂ കിട്ടി. ഇനി y of n is equal to x of n plus ക്വാണ്ടൈസ്ഡ് വാല്യൂ. അങ്ങനെ ഈ y of n is equal to x of n ഇതേ പ്ലസ് q. ഓക്കെ, ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വി ഗെറ്റ് ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഫ്രം ഹിയർ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ n-ന്റെ വാല്യൂ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇതിന്റെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ഔട്ട്പുട്ടാണ് വരുന്നത്. n ഈക്വൽ ടു 3 വരുമ്പോഴും അതിന്റെ മുകളിൽ വരുമ്പോഴും 1/8 കോൺസ്റ്റന്റ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് വാട്ട് വി കാൾ ഈ ക്വാണ്ടൈസേഷൻ എറർ കൊണ്ട് ഉണ്ടാവുന്ന ഓസിലേഷൻസ് ആണ്. ഇതാണ് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്ന ഓസിലേഷൻസ്. ഓക്കെ, സോ അത് ഒരു വാല്യൂ തന്നെ ഓസിലേറ്റ് ചെയ്തിരിക്കും. സോ അത് ഔട്ട്പുട്ട് റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഗിവ് 1/8 ആസ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ഒരു 1/8 എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് കോസിങ് limit cycle behavior. Okay, when alpha equal to -2, we can see from the table 7.5 that output oscillation will oscillate from 0.125 to okay. Okay, ഇത് 0 ഇൻപുട്ട് സൈക്കിൾ ഓസിലേഷന്റെ ഫിഗർ. ഓക്കെ, ഇവിടെ 7/8 നമുക്ക് എങ്ങനെ കിട്ടുന്നത്, 3/8 അങ്ങനെ ഓരോ ഇതിലും വാല്യൂല് കൊടുത്തിട്ടുണ്ട്. സോ വി ഗെറ്റ് ഔട്ട്പുട്ട് ലൈക്ക് ദിസ് 1/4, 1/2, then 1/4, 1/8, 1/8. Okay, ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഹിയർ ഇറ്റ് ഈസ് 1/4. ഓക്കെ, 1/2 ഇങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ സീറോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷന്റെ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ആൽഫന്റെ വാല്യൂ -1/2 ആണെങ്കിൽ നമുക്ക് എന്ത് വരും, ഈ പ്ലസ് എന്നുള്ളിടത്തൊക്കെ എന്തായി മൈനസ് ആയിട്ട് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ സൈനിൽ ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ എന്ത് സംഭവിക്കും, ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ എന്ത് പറഞ്ഞത്, ഓക്കെ, സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഡെഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ലിമിറ്റ് സൈക്കിൾസ് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ദ ക്വാണ്ടൈസേഷൻ ഇഫക്ട്സ് ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, ആൽഫ ഇൻറ്റു. ഓക്കെ, ആ ഒരു ക്വാണ്ടൈസേഷൻ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ക്വാണ്ടൈസേഷൻ ഇഫക്റ്റ് കൊണ്ടാണ് ലിമിറ്റ് സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രിസിഷൻ എറർ ഉണ്ട്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് ഡ്യൂറിംഗ് എ ലിമിറ്റ് സൈക്കിൾ ആർ കൺഫൈൻഡ് ടു എ റേഞ്ച് ഓഫ് വാല്യൂ ദാറ്റ് ഇസ് കാൾഡ് ഡെഡ് ബാൻഡ് ഓഫ് ദ ഫിൽട്ടർ. ഈ ഒരു ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ത് പറയുന്നത്, ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് ഡ്യൂറിംഗ് ലിമിറ്റ് സൈക്കിൾ, ഈ ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്ന ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് എന്ത് പറയാ, ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, the amplitude of the output during the limited to a range called dead band. ഓക്കെ, ഈ ആംപ്ലിറ്റ്യൂഡിനാണ് നമ്മൾ ഡെഡ് ബാൻഡ് പറയുക. അതൊരു റേഞ്ച് ഓഫ് വാല്യൂസിൽ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഓരോന്നിനും ഓരോ റേഞ്ച് ഓഫ് വാല്യൂസിൽ ലിമിറ്റ്. നമ്മളിപ്പോൾ ഇവിടെ 1/8 എന്ന് പറഞ്ഞ പോലെ അതിന്റെ ആ ആംപ്ലിറ്റ്യൂഡ് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, now let us consider single pole AR system whose difference function is y of n is equal to x of n plus alpha y of n minus 1. Same question. Then ഇത് നമ്മൾ ക്വാണ്ടൈസ് ചെയ്താൽ we get yq of n is equal to quantized value yq of n നമ്മൾ ക്വാണ്ടൈസേഷൻ ചെയ്തു ഓർ റൗണ്ടിങ് ചെയ്തു. സോ yq of n is equal to, ഇതിനെ ക്വാണ്ടൈസേഷൻ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു, q of this value plus x of n. Now during the limit cycle oscillation ടൈമിൽ q of alpha y of n minus 1 is equal to y of n minus 1 for alpha greater than 0. Alpha greater than 0 അതായത് +1/2 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ വിച്ച് is equal to y of n minus 1 plus y of n minus 1. When alpha is less than 0, this quantized value will become minus y of n minus 1. അത് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഓക്കെ 0 0 വരുന്നത് 0 0 0.100 എന്നുള്ളത്
ഇവിടെ വരുന്നത് 1.100 എന്നാണ്. അതായത് 1 എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരുത്ത് പോസിറ്റീവ് വരുന്നത് ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ, ആൽഫ ഗ്രേറ്റർ ദാൻ 0, ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ ദിസ് വാല്യൂ വിൽ കം y(n-1) it will become positive, and alpha when it is negative this value become negative. Okay, by definition we have q of അതായത് ഈ ക്വാണ്ടൈസേഷൻ എറർ ഓഫ് a alpha into y(n-1) മൈനസ് ആൽഫ ഇസ് ലെസ് ദാൻ. അതായത് ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ നമുക്കറിയാം, ഇത് ക്വാണ്ടൈസ്ഡ് ആണ്, അതിൽ നിന്ന് ക്വാണ്ടൈസ്ഡ് വാല്യൂ മൈനസ് അൺക്വാണ്ടൈസ്ഡ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു വാല്യൂ 2 b/2 എന്നുള്ള ഫോമിൽ കിട്ടുന്നത്. ഓക്കെ, q of alpha ഇത് പറഞ്ഞാൽ ക്വാണ്ടൈസ്ഡ് വാല്യൂന്ന് അൺക്വാണ്ടൈസ്ഡ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് 2 b/2. ദെൻ ഈ ഒരു q of ഇതിന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം y(n-1). സോ y(n-1) ഡിറ്റർമിനന്റ് ഓഫ് y(n-1) മൈനസ് ആൽഫ y(n-1) ലെസ് ദാൻ ഈക്വൽ ടു 2 b/2b. ഫ്രം ഹിയർ y(n-1) എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇങ്ങോട്ട് എടുക്കുമ്പോൾ വി ഗെറ്റ് 1/2. സോ ഈ ആൽഫന്റെ വാല്യൂ 1/2 ആണെങ്കിൽ ഓക്കെ 1/2 2 b/1 - ആൽഫ. ഈ ഒരു ഫോർമാറ്റിലോട്ടാണ് നമുക്ക് y(n-1) കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് defines the 7.68. Okay, this 7.68 എന്നുള്ളതാണ് defines the dead band for the first order filter. First order filterന്റെ dead band ആണ് ഇത്. Okay, this is the dead band equation for first order filter. അപ്പോൾ dead band എന്ന് പറയുമ്പോൾ നമ്മുടെ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡിനെ dead band പറയാം. ഓക്കെ, അതൊരു റേഞ്ച് ഓഫ് വാല്യൂസ് ആവും. സോ this is the equation for first order dead band. Okay, the next topic on overflow limit cycle. Okay, overflow limit cycle oscillations. Now, what is overflow? In addition to limit cycle oscillations causing by rounding the result of multiplication, there are several types of limit cycle oscillation caused by addition, which make the filter output oscillate between the maximum and minimum amplitude. Such limit cycle have been referred to as overflow oscillation. Okay, നമ്മൾ പറഞ്ഞത് ഈ ലിമിറ്റ് സൈക്കിളിന്റെ ഓസിലേഷൻസ് എന്തുകൊണ്ട് കാരണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് കാരണമാണ്. ഇനി നമുക്ക് ഈ സംഭവം ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയാ എററാണ് എന്ത് പറയുന്നത്, ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ആ ഒരു ഡെഡ് ബാൻഡ് കിട്ടിയത് 1/8 ആണ് കേട്ടോ. സോ 1/8 ആണ് ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ. സോ ഡെഡ് ബാൻഡ് ഈക്വൽ ടു 1/8 ആണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയത്. ഓക്കെ, 2⁻⁻²/2⁸. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ മതി. 2⁻⁻²/2⁸ 1 ആൽഫ ഈക്വൽ ടു 1/2 ആണ്. സോ 1 - 1/2 പറയുമ്പോൾ 1/2 will be the answer. So ഈ 1/2 ക്യാൻസൽ ചെയ്ത് 2⁻⁻b. 2⁻⁻b പറയുമ്പോൾ ഇവിടെ ബിറ്റിന്റെ വാല്യൂ 3 ആയിരുന്നു. സോ 2⁻⁻8 എന്ന് കിട്ടും. സോറി 2⁻3 എന്ന് കിട്ടും. സോ ദിസ് വാല്യൂ വിൽ ബിക്കം 1/8. ഓക്കെ, സോ y(n-1) ഇൻ കേസ് ഓഫ് പ്രീവിയസ് സെക്ഷൻ വി ഹാവ് y(n-1). ആ ഒരു ഡെഡ് ബാൻഡ് ലെവൽ പറയുമ്പോൾ 1/8 ആയിരുന്നു. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, ദെൻ ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ ലിമിറ്റ് സൈക്കിളിൽ നമ്മൾ രണ്ട് ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഓവർഫ്ലോ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന ലിമിറ്റ് സൈക്കിളാണ് ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ആണ്. ഓക്കെ, ഇൻ അഡീഷൻ ടു കോസിങ് റൗണ്ട് ഓഫ് റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസിലേഷൻസ് വരുന്നത്. അങ്ങനെ ആ ഒരു വാല്യൂസ് നമ്മൾ ആ ഒരു വാല്യൂവിനെ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ വരുന്ന ഓസിലേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം മിനിമം തമ്മിൽ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് വരും, ഓസിലേഷൻസ് വരും. അതിന് പറയുന്നതാണ് ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ. ഓക്കെ, വിച്ച് മേക്ക് ദ ഫിൽട്ടർ ഔട്ട്പുട്ട് ഓസിലേറ്റ് ബിറ്റ്വീൻ. ഓക്കെ, ഒരു മാക്സിമം മിനിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പറയുക ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡ്യൂ ടു അഡീഷൻ. ആൻഡ് ഓവർഫ്ലോ ഇൻ അഡീഷൻ ഓഫ് 2 or more binary number occur when the sum exceeds the word size available in the digital implementation of the system. Right, ഇത് നമുക്ക് രണ്ട് ബൈനറി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഡിജിറ്റൽ ഇംപ്ലിമെന്റേഷൻ ആ ഒരു സിസ്റ്റത്തിന്റെ രജിസ്റ്ററിൽ ഇത്ര ബിറ്റ് സേവ് ചെയ്യണമെന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ രണ്ട് ബൈനറി ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന വേർഡ് സൈസിലേറെ എക്സീഡ് ചെയ്താലാണ് എന്തുണ്ടാവുന്നത്, ഓവർഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഒരു ആഡർ. ഒരു ആഡറിന്റെ ഒറിജിനൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിന് ഇൻപുട്ടും f(n) എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ +1ലും -1ലും ഇത് ഓസിലേറ്റ് ചെയ്യും വിത്ത് എ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു മാക്സിമം മിനിമം ആംപ്ലിറ്റ്യൂഡിന്റെ ഇടയിൽ ഓസിലേറ്റ് ചെയ്യും ഡ്യൂ ടു ദ അഡീഷൻ. ദാറ്റ് ഇസ് കാൾഡ് ഓവർഫ്ലോ കാരണമാണ് ഈ ഒരു ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. സോ n1 = 0.111. 0.111 7 ആണ്. 7/8 അതായത് 8 ബിറ്റ് ഉള്ള 8 വരെയുള്ള 2⁻³ ബിറ്റ്സ്. സോ 8 ബൈനറി ഡിജിറ്റ്സ് ഉള്ള നമ്പറിൽ 7 എന്നാണ് കാണിക്കുന്നത്. അതാണ് 7/8 എന്ന് പറഞ്ഞത്. ദിസ് ഇസ് ദ വാല്യൂ 6 ആണ്. 6/8 അതായത്
3 ബിറ്റ് അല്ലേ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 3 ബിറ്റ് റെപ്രസെന്റ് 8 വരെ 0 മുതൽ 8 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ വാല്യൂ 6 ഫോർ ബിറ്റ് ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ബൈനറി ബിറ്റ് 8 ബിറ്റ് ആകുമ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 പോസിറ്റീവ് ആഡ് ചെയ്താലേ വി ഷുഡ് ഗെറ്റ് ദ പോസിറ്റീവ് നമ്പർ. ഓക്കെ, സോ 1 plus 0 we get 1, 1 plus 1 will get 0 with a carry 1, then 1 plus 1 is 0 with a carry 1, then 0 plus 1 is 1. So 3 1 ആഡ് ചെയ്താൽ answer will be 1 with a carry 1. Okay, ഇവിടെ carry ഉണ്ടാവും. So ഈ carryയും 0 ആഡ് ചെയ്താൽ we get 1. So 1.101 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. That is 101 എന്ന് പറയുമ്പോൾ 5 ആണ്, 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ നെഗറ്റീവ് വാല്യൂ. സോ -5 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. പക്ഷെ 2 പോസിറ്റീവ് ആഡ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് കിട്ടും ഇല്ല. സോ ഈ ഒരു ഇതിലാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ അബോവ് എക്സാമ്പിൾ വെൻ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആർ ആഡഡ് ദ സം വിൽ ബി റോങ്ലി ഇന്റർപ്രറ്റഡ് ആസ് എ നെഗറ്റീവ് നമ്പർ. ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസിൽ വരുമ്പോഴാണ് ഇതിനെ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഒരു ആഡറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടു. ഓക്കെ, ഒരു സോ ടൂത്ത് വേവ് ഫോം പോലെ ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ആ ഒരു പ്രോബ്ലം എലിമിനേറ്റ് ചെയ്ത് നമ്മൾ ആഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മോഡിഫൈ ചെയ്ത് എഴുതിയതാണ് ഇത്. ഇതിനാണ് സാച്ചുറേഷൻ ആഡഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ഇതാണ് നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് കണ്ടോ, ഇങ്ങനെ ഒരു ലൈന് വന്നു, അതായത് മാക്സിമത്തിലും മിനിമത്തിലും പോയി, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ഓസിലേറ്റ് ചെയ്യണം. ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ടും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് കോൺസ്റ്റന്റ് ആക്കി ചെയ്താണ് അതിന് മോഡിഫിക്കേഷൻസ് വരുത്തി. ആ സെയിം ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ചിട്ട് കട്ട് ഓഫ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഇതിന് മോഡിഫിക്കേഷൻ വരുത്തിയത്. വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഓവർഫ്ലോ ഒക്കേഴ്സ് ഇൻ ദ ടോട്ടൽ നമ്പർ ഓഫ് റേഞ്ച്. ഓക്കെ, -1 റേഞ്ചിൽ ഓവർഫ്ലോ ചെയ്യായിരുന്നു. This problem can be emulated by modulating the adder characteristics as like this. Here when an overflow is detected, the sum of adder is set equal to a maximum value. Okay, ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ചെയ്തു. ഓക്കെ, ഒരു ഓവർഫ്ലോ ഡിറ്റക്ട് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ മാക്സിമം വാല്യൂ, അതായത് നമ്മളിപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ മാക്സിമം എത്ര വാല്യൂ കിട്ടാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടാതിരിക്കാൻ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ട് ആ വാല്യൂന് മുകളിൽ വരുമ്പോഴൊക്കെ ഇത് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഈക്വൽ ഒരു വാല്യൂ സം ഓഫ് ആഡർ ഈസ് സെറ്റ് ടു എ മാക്സിമം വാല്യൂ. മാക്സിമം ഈ ആഡറിന്റെ വാല്യൂ ഇത്രേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു വാല്യൂവിന് മുകളിൽ ഏത് വാല്യൂ വന്നാലും അത് ആ ഒരു മാക്സിമം വാല്യൂവിൽ മാത്രം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ഓവർഫ്ലോ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആക്കി മാറ്റുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ ആഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക്. മറ്റേത് ആഡർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു, ഇവിടെ സാച്ചുറേഷൻ ആഡർ ആണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്ന, ഔട്ട്പുട്ട് സാച്ചുറേറ്റ് ചെയ്യാണ്, അതായത് ലിമിറ്റ് ചെയ്യാൻ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ആണ് സിഗ്നൽ സ്കെയിലിംഗ്. ഓക്കെ, ഇനി സാച്ചുറേഷൻ അരിത്തമാറ്റിക് ഉണ്ടല്ലോ, ഈ സാച്ചുറേഷൻ അരിത്തമാറ്റിക് സാച്ചുറേറ്റ് ചെയ്തു. ദിസ് അരിത്തമാറ്റിക് എലിമിനേറ്റ് ലിമിറ്റ് സൈക്കിൾ ഡ്യൂ ടു ഓവർഫ്ലോ. ഓവർഫ്ലോ കൊണ്ട് ഉണ്ടാവുന്ന ലിമിറ്റ് സൈക്കിൾസിനെ, അതായത് ഈ ഒരു ഓസിലേഷൻസിനെ അല്ലെങ്കിൽ സൈക്കിൾസിനെ റിമൂവ് ചെയ്തു നമ്മൾ കണ്ടു. ബട്ട് ഇറ്റ് കോസസ് അൺഡിസൈറബിൾ സിഗ്നൽ ഡിസ്റ്റോർഷൻ ഡ്യൂ ടു നോൺ ലീനിയാരിറ്റി ഓഫ് ദ ക്ലിപ്പ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഔട്ട്പുട്ട് വരെ ഉണ്ടാവുള്ളൂ, ആ ഒരു ഔട്ട്പുട്ടിൽ നമ്മൾ ക്ലിപ്പ് ചെയ്യാണ്. അതായത് ഈ ഔട്ട്പുട്ട് മുകളിൽ വന്നാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, ഒരു വാല്യൂ സെറ്റ് ചെയ്ത് മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ വന്നാൽ ക്ലിപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു കേസാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിപ്പിംഗ് പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ സാച്ചുറേഷൻ ലെവലിലോട്ട് മാറ്റിയാൽ ഇതിലെന്ത് വരും, ഓവർഫ്ലോ കൊണ്ട് ഉണ്ടാവുന്ന എററൊക്കെ പോവും. ഓക്കെ, ലിമിറ്റ് സൈക്കിൾസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു വാല്യൂവിൽ വെച്ച് ക്ലിപ്പ് ചെയ്യണോണ്ട് അവിടെ സം സിഗ്നൽ ഡിസ്റ്റോർഷൻസ് വരും. ഓക്കെ, ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ amount of nonlinear distortion, it is important to scale the input signal and the unit sample response between the input and any external summing node. Okay, ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഈ ക്ലിപ്പിംഗ് കാരണം നമുക്ക് ഡിസ്റ്റോർഷൻസ് വരും. ഈ സിഗ്നലിൽ ഡിസ്റ്റോർഷൻ വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നലിനെ സ്കെയിൽ ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ലിപ്പിംഗ് കൊണ്ട് വരുന്ന ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സിഗ്നൽ സ്കെയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ സെക്കൻഡ് ഓർഡർ IIR ഫിൽറ്റർ ആണെങ്കിൽ ഇവിടെ നമ്മൾ XOF എന്നുള്ള ഇൻപുട്ടിനെ നമ്മൾ S0 ആയിട്ട് സ്കെയിൽ ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് നോക്കാം. അതായത് ഇൻപുട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്കെയിൽ ചെയ്യണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ വി ഗെറ്റ് സ്കെയിൽഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരുപാട് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ആ ഒരു ഇതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് S0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/i എന്നാണ്. ഈ സ്കെയിൽഡ് വാല്യൂ ആണ് S. സോ S0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/i. ഈ i എന്നുള്ള കോൺസ്റ്റന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ i ഈക്വൽ ടു 1/, അതായത് S0 സ്ക്വയർ പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് വലിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിന് 1/i എന്ന് കൊടുക്കാം. സോ i ഇസ് ഈക്വൽ ടു 1/2πj
closed integral z inverse dz by d of z into d of z inverse. ഈ ഒരു ഫോമാറ്റിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ഈ d of z വരുമ്പോൾ 1 by h of z എന്നുള്ള ഫോമുല എടുത്തിട്ട് നമുക്ക് ഡിനോമിനേറ്റർ ആക്കാം. പക്ഷെ ഇവിടെ s0 സ്ക്വയർ എന്ന് പറഞ്ഞ സ്കെയിലിംഗ് ഫാക്ടർ is equal to 1 by i, or i is equal to 1 by 2 pi j closed integral z inverse dz by d of z into dz inverse. ഈ ഒരു ഫോർമാറ്റ് കിട്ടിയാൽ ഇതിനെ നമ്മൾ റെസിഡ്യൂ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഇതിന്റെ ബേസിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Given h of z is equal to 0.5 plus 0.4 z inverse by 1 minus 0.312 z inverse is the transfer function of the digital filter. Find the scaling factor S0 to avoid overflow in adder 1 of the digital filter shown in figure. Okay, ഈ ഒരു ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫിഗറിന്റെ ഓക്കെ, ഈ എച്ച് ഓഫ് സെഡിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഇത്. സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് S0ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യണം, ഈ S0ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അതായത് സ്കെയിലിംഗ് ഫാക്ടർ S0 കാണണം വിത്ത് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഈ എച്ച് ഓഫ് സെഡിന്റെ എച്ച് ഓഫ് സെഡിന് നമുക്ക് അവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തിരുന്നത് എച്ച് ഓഫ് സെഡിനെ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കാം. അപ്പോൾ ദിസ് വാല്യൂ ഈസ് എൻ ഓഫ് സെഡ്, അറ്റ് ഇസ് ന്യൂമറേറ്റർ വാല്യൂ, ആൻഡ് ദിസ് ഇസ് ഡി ഓഫ് സെഡ്, ഡിനോമിനേറ്റർ വാല്യൂ. അപ്പോൾ ഇവിടെ ഡി ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിനോമിനേറ്റർ വാല്യൂ ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ ഡി ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്ന എച്ച് ഓഫ് സെഡിന്റെ ഡിനോമിനേറ്റർ വാല്യൂ ആണ് ഡി ഓഫ് സെഡ്. Okay, now this is n of z, that is numerator value, and this is d of z. Okay, so here s0 square is equal to 1 by I, and അതിന്റെ വാല്യൂ നമ്മൾ ചെയ്തു. ഓക്കെ, എഴുതി. Now d of z is equal to, from this equation d of z പറഞ്ഞാൽ ഡിനോമിനേറ്റർ വാല്യൂ ആണ്, ഡിനോമിനേറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ 1 മൈനസ് 0.312 z ഇൻവേഴ്സ് ആണ് d of z കിട്ടിയത്. ഇനി നമുക്ക് നോർമൽ ഇക്വേഷനിലോട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് i കാണണം. i is equal to 1 by 2 pi j closed integral z inverse by d of z into d of z inverse ആണ്. So we have d of z is 1 minus 0.312 z inverse into d of z ന്റെ ഇൻവേഴ്സ് ആണ്. സോ z ഇൻവേഴ്സിന് പകരം നമുക്ക് z കൊടുക്കാം. ഓക്കെ, ഇൻറ്റു dz. ഇനി ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ റൂട്ട് കാണണം ബൈ യൂസിങ് റെസിഡ്യൂ മെത്തേഡ്. റെസിഡ്യൂ മെത്തേഡ് വെച്ചിട്ട് ഇതിന്റെ റൂട്ട് കാണുമ്പോൾ ഇതിന്റെ വാല്യൂ വരുന്നത് 0.312 ആണ്. സോ ഇതിന്റെ റൂട്ട് എന്തൊക്കെ വരാം, 0.312 എന്ന് വരാം, z ഈക്വൽ ടു 0.312 എന്ന് വരാം, ആൻഡ് ഓൾസോ z ഈക്വൽ ടു 1 by 0.312. ഇനി ഇവിടെ 1 by 0.312 എന്ന് പറഞ്ഞാൽ 0 ആണ്. Since pole is outside the unit circle, it is unstable. So ആ കേസ് എടുക്കണ്ട. So when z equal to 0.312 നമുക്ക് ഇതിന്റെ വാല്യൂ നോക്കാം. So we get a root as z minus 0.312 into, ഇവിടുന്ന് z ഇൻവേഴ്സ് ആണ് പുറത്തെടുത്തത്. ഓക്കെ, നമ്മൾ നോർമലി ഇവിടെ നിന്നാണ് ചെയ്യുന്നത്, അതുപോലെ ചെയ്യാം, നോർമൽ ചെയ്യുന്ന പോലെ ചെയ്യാം. ഈ ഒരു സെക്ഷന് നോക്കുക. സോ ഇവിടെ നമ്മൾ z പുറത്തെടുത്തു. ഓക്കെ, z പുറത്തെടുക്കും, we get 1 minus 0.312 z ഇൻവേഴ്സ്. അവിടെ z ഇൻവേഴ്സ് രണ്ട് ക്യാൻസൽ ചെയ്തു. സോ 1 മൈനസ് 0.2 z ഇൻവേഴ്സും ഈ 1 മൈനസ് 0.312 z ഇൻവേഴ്സും ക്യാൻസൽ ഔട്ട് ചെയ്തു. സോ വി ഗെറ്റ് 1 by 1 മൈനസ് 0.312 z എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ z വാല്യൂ 0.312 എന്ന് കൊടുത്താൽ വി ഗെറ്റ് 1 by 1 മൈനസ് 0.312 സ്ക്വയർ കിട്ടും. ഇനി ഇതിന്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1.1078 എന്നുള്ള പോയിന്റ് കിട്ടുന്നത്, 1.1078. This is the value of I. ഇനി S0 എന്ന് പറഞ്ഞാൽ S0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 by I ആണ്. So S0 is equal to root of 1 by I, that is 1 by root I, that is 1 by this value. Then we get 0.9501. So the scaling factor here S0 is equal to 0.9501. Okay, so that's all about today's class. Thank you. Have a nice day.